അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ടൊവിനോ തോമസ്, ഭാവന എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ജീൻ പോൾ ഡയറക്ട് ചെയ്ത ലേറ്റസ്റ്റ് മൂവിയാണ് നടികർ. ഒരു സെൽഫ് ഒക്യുപ്പൈഡ് സൂപ്പർ സ്റ്റാറായ ഡേവിഡ് പടിക്കലിന്റെ സിനിമാ ജീവിതത്തിലെയും പേഴ്സണൽ ജീവിതത്തിലെയും കോൺഫ്ലിക്റ്റുകളെയും അതിനെ മറികടക്കുന്നതിനെയും തമാശ രൂപേണ ചിത്രീകരിക്കാനാണ് ഈ സിനിമയിലൂടെ ജീൻ പോൾ ശ്രമിച്ചിട്ടുള്ളത്. പ്രധാന കഥാപാത്രങ്ങളോടൊപ്പം ചന്തു സലീം കുമാർ, സൗബിൻ ഷാഹിർ, ബാലു വർഗീസ്, സുരേഷ് കൃഷ്ണ എന്നിവരും ഈ സിനിമയിൽ വേഷമിട്ടിട്ടുണ്ട്. പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ വളരെയധികം സെൽഫ് ഒക്യുപ്പൈഡും സുപ്പീരിയോറിറ്റി കോംപ്ലക്സും എന്നാൽ വെറുമൊരു ഓക്കേഷ് ആക്ടറുമായ ഡേവിഡ് പടിക്കൽ എന്ന കഥാപാത്രത്തെ വളരെയധികം മികച്ച രീതിയിൽ തന്നെ ടൊവിനോ തോമസ് പെർഫോം ചെയ്തതായി തോന്നി. എന്നിരുന്നാലും ഇമോഷണൽ സീനുകളിൽ കുറച്ചധികം അതിനാടകത എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. അതോടൊപ്പം ഡേവിഡിന്റെ ആദ്യ സിനിമയിലെ നായികയും ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡുമായ ആൻബാവ എന്ന കഥാപാത്രത്തെ ഭാവന മോശമാകാതെ തന്നെ പെർഫോം ചെയ്തതായി എനിക്ക് തോന്നി. പിന്നീട് ഡേവിഡിനെ ആക്ടിംഗ് പഠിപ്പിക്കാൻ വരുന്ന ബാലാസാർ എന്ന കഥാപാത്രത്തെ സോബിനും അതോടൊപ്പം തന്നെ ബാലു, സുരേഷ് കൃഷ്ണ, ചന്തു എന്നിവരും അവർക്ക് കിട്ടിയ വേഷം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തതായി എനിക്ക് അനുഭവപ്പെട്ടു. പെർഫോമൻസുകൾ ഭേദപ്പെട്ടതാണെങ്കിൽ പോലും സിനിമയുടെ മെയിൻ പോരായ്മയായി എനിക്ക് തോന്നിയത് ഒരു കെട്ടുറപ്പില്ലാത്ത തിരക്കഥ തന്നെയായിരുന്നു. നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു തീമും അതിനൊത്ത ഇമോഷണൽ റിവൈസസും ഉണ്ടായിട്ട് പോലും സിനിമ അതിലേക്കൊന്നും പോകാതെ വളരെയധികം അൺയൂഷ്വലായ ഒരു വേയാണ് സ്വീകരിച്ചിട്ടുണ്ടായത്. അത് തന്നെയാണ് സിനിമയ്ക്ക് തിരിച്ചടിയായി മാറിയത്. ഇതിനെല്ലാം കവച്ചു വെക്കാൻ പാകത്തിൽ ടെക്നിക്കൽ സൈഡിന്റെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവയൊന്നും ഫലപ്രദമായില്ല എന്നാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ആൽബിയുടെ സിനിമാറ്റോഗ്രാഫിയും രതീഷ് രാജിന്റെ എഡിറ്റിങ്ങും ഏക്താ ഭട്ടിന്റെ കോസ്റ്റ്യൂംസും എല്ലാം മികച്ചു നിന്നതായി തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. ജാക്സൺ ഗ്യാസി പെരേരയുടെ BGM സിനിമയുമായി നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ പോലും കിരീടം എന്നുള്ള ഒറ്റ സോങ് ഒഴിച്ച് ബാക്കിയുള്ള സോങ്സ് ഒന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല എന്ന് വേണം പറയാൻ. അത് മാത്രമല്ല, ഒരു കോമഡി എന്റർടൈൻ ലേബലിൽ വന്നിട്ട് 3-4 സീനുകളിൽ ചിരിച്ചതൊഴിച്ച് ബാക്കിയുള്ള കോമഡികളൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് വർക്കൗട്ട് ആയതുമില്ല. ആകെ മൊത്തത്തിൽ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള തീമും പ്ലോട്ടും ഉണ്ടായിട്ട് പോലും അതിനെയൊന്നും വേണ്ട രീതിയിൽ യൂസ് ചെയ്യാതെ വളരെയധികം പ്ലെയിനായി ട്രീറ്റ് ചെയ്തതുകൊണ്ട് തന്നെ നടികർ എന്ന മൂവി എനിക്കൊരു ആവറേജ് അനുഭവം മാത്രമാണ് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും അതെല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.